Summary നോക്കാം. International trade is the exchange of goods and services as well as resources between the countries and involves greater complexity compared to internal trade. യെസ്, ആസ് വെൽ ആസ് റിസോഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗോൾഡ് പോലുള്ള നല്ല മിനറൽസ് പോലുള്ളൊക്കെ റിസോഴ്സസ് ആണ് കേട്ടോ ഉദ്ദേശിക്കണേ. ഓക്കെ, പിന്നെ നമ്മളുടെ ഹ്യൂമൻ സ്കിൽസൊക്കെ ഉണ്ടാവുമല്ലോ, അതും റിസോഴ്സാണല്ലോ. ഹ്യൂമൺ ആണല്ലോ ഏറ്റവും വലിയ അസറ്റ്, ഏറ്റവും വലിയ റിസോഴ്സ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവും ഉദ്ദേശിക്കുന്നത്. അത് സർവീസിൽ പെടും. എന്നാലും ഇനി trade can be powerful stimulus to economic efficiency, contributes to economic growth, rising incomes, enlarges manufacturing capabilities, ensures benefits from economies of large scale production, yes, enhances competitiveness and profitability by adoption of cost reducing technology and business practices. യെസ്, അപ്പോൾ ഇതിനൊക്കെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്ന ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഡെവലപ്ഡ് കൺട്രീസിൽ നിന്ന് ഡെവലപ്പിംഗ് കൺട്രീസും ഒക്കെ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പിന്നെ എഫിഷ്യൻറ്റ് ഡിപ്ലോയ്മെൻറ്റ് ഓഫ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ടു ദെയർ ബെസ്റ്റ് യൂസ്. യെസ്, അതായത് പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ആയിട്ടുള്ള നമ്മുടെ ലേബറും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ തന്നെ അവരെ മെയിൻറ്റെയിൻ ചെയ്യും, നല്ല ക്വാളിറ്റിയിൽ തന്നെ അവരെ ട്രെയിൻ ചെയ്യും. യൂറോപ്യൻ കൺട്രീസും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ, അമേരിക്കൻ കൺട്രീസും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ സംസ്കാരമായിരിക്കും അവരിവിടെയും ഫോളോ ചെയ്യുന്നത്. അവരുടെ സറൗണ്ടിങ്സും അവരുടെ ബിൽഡിങ്ങും അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയായിരിക്കും. അപ്പോൾ അത് കണ്ടിട്ട് കോമ്പറ്റീറ്റേഴ്സും അങ്ങനെ ചെയ്യും. പ്രൊഡക്ടിവിറ്റി ഗെയിൻസ് ആൻഡ് ഡിക്രീസ് ഇൻ ദ ലൈക്ലിവുഡ് ഓഫ് ഡൊമസ്റ്റിക് മോണോപോളീസ്. മോണോപോളീസ് തടയും. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് സോഴ്സസ് ഓഫ് ഇൻപുട്സ്. അവരുടെ കയ്യിൽ നല്ല മെഷീനറിയും കാര്യങ്ങളും ടെക്നോളജിയും ഒക്കെ ഉണ്ടായിരിക്കും, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളത്. റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയ അടിപൊളി സംഭവങ്ങൾ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇവിടേക്ക് വരുമ്പോൾ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ ചീപ്പസ്റ്റായിട്ട് പ്രൊഡക്ഷൻ നടത്താം, ചീപ്പ് റേറ്റിൽ വിൽക്കുകയും ചെയ്യാം. അപ്പോൾ അത് ആൾക്കാർക്കും ബെനിഫിറ്റാണ്, അവർക്കും പ്രോഫിറ്റ് കിട്ടും. ആൻഡ് കോമ്പോണൻറ്റ്സ് ഇൻ്റർനാഷണലി. യെസ്, ഇപ്പോൾ കാറിൻ്റെ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ പല രാജ്യത്തു നിന്നായിരിക്കും ഓരോ പാർട്സും നമ്മൾ മാനുഫാക്ചർ ചെയ്ത് വരുത്തിക്കുന്നത്. എന്നിട്ട് ഒരു രാജ്യത്ത് അത് അസംബിൾ ചെയ്തിട്ട് അത് സെറ്റ് ചെയ്യും, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ രാജ്യങ്ങളും ഓരോ പാർട്സിനെ സ്പെഷ്യലൈസ് ചെയ്യും. ടയർ വേറെ സ്ഥലത്ത്. നമുക്ക് കോമ്പോണൻറ്റ്സ് ഒക്കെ ഇൻ്റർനാഷണലി നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സോളാറൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ബാറ്ററിയൊക്കെ ഇൻ്റർനാഷണലി നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാറിൻ്റെ കാര്യം പറയുമ്പോൾ എഞ്ചിനൊക്കെ വേറെ സ്ഥലത്തു നിന്ന് മേടിച്ചിട്ട്, അതായത് വേറെ സ്ഥലത്തു നിന്ന് മേടിക്കുക മീൻസ് എന്താ, ഇമ്പോർട്ട് ചെയ്യുക എന്നർത്ഥം. വേറെ സ്ഥലം മീൻസ് ദ കൺട്രി, അനദർ കൺട്രി. അപ്പോൾ അങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് നമുക്കിപ്പോൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ പെർഫ്യൂമിൻ്റെ കാര്യം പറയുമ്പോൾ വേറെ രാജ്യത്തു നിന്നുള്ള നല്ല പെർഫ്യൂംസൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ പുതിയ പെർഫ്യൂമൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം ഇൻ്റർനാഷണൽ ട്രേഡാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ് അറ്റ് ലോവർ പ്രൈസസിൽ കിട്ടും. വൈഡർ ചോയ്സ് ഇൻ ദ പ്രൊഡക്ട്സ് ആണ് ആൻഡ് സർവീസസും ആണ് ഫോർ കൺസ്യൂമേഴ്സ് ആൻഡ് ആർ ക്ലെയിംഡ് ആസ് ബെനിഫിറ്റ്സ് ഓഫ് ട്രേഡ്. ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ആൻഡ് എൻഹാൻസ്ഡ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് കൂടി. അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതോറും നമുക്ക് ഫോറിൻ കറൻസി കിട്ടുന്നില്ലേ, അപ്പോൾ അത് വെച്ച് നമുക്ക് ഇമ്പോർട്ടിന് പൈസ അടയ്ക്കാൻ പറ്റും അപ്പുറത്തെ കൺട്രിക്ക്. സോ എൻഹാൻസ്ഡ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, ഇൻക്രീസ്ഡ് സ്കോപ്പ് ഫോർ മെക്കനൈസേഷൻ ആൻഡ് സ്പെഷ്യലൈസേഷൻ. യെസ്, മെഷീൻസും മെഷീൻ മെയ്ഡ് ഗുഡ്സൊക്കെ ആയി മാറി. പിന്നെ ടെക്നോളജി ഒക്കെ വളർന്നു. പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കൂടി. പിന്നെ ക്രിയേഷൻ ഓഫ് ജോബ്സായി. പിന്നെ അതന്നെ പറഞ്ഞത്, ഇപ്പോൾ ആമസോൺ പോലുള്ള ഒരു ബ്രാഞ്ച് ഇവിടെ ഇന്ത്യയിൽ വരുമ്പോൾ എത്രയോ പേർക്കാണ് നമ്മൾ ജോബ് കൊടുക്കുന്നത് അല്ലേ. പിന്നെ റിഡക്ഷൻ ഇൻ പോവർട്ടി. അപ്പോൾ പിന്നെ ദാരിദ്ര്യത്തിൻ്റെ ഒരു കാര്യമില്ല, എല്ലാവർക്കും ഇൻകം കിട്ടുമ്പോൾ. പിന്നെ ഓഗ്മെൻറ്റിങ് ഫാക്ടർ ഇൻകംസ് വർദ്ധിക്കുന്നതിനെയാണ് ഓഗ്മെൻറ്റിങ് എന്ന് പറയുന്നത്. അതായത് വേജസ് കൂട്ടും, പിന്നെ സാലറീസൊക്കെ കൂട്ടും. പിന്നെ പ്രോഫിറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് കൂടുന്നതിനനുസരിച്ച് അവിടെ ഉള്ള ആൾക്കാർക്കും പേർക്സും അങ്ങനത്തെ രീതിയിലൊക്കെയുള്ള ബെനിഫിറ്റ്സും കിട്ടും. പിന്നെ റേസിങ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ലവ്ലിഹുഡ്. പിന്നെ ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് കൂടും. പൈസ വർദ്ധിക്കും തോറും വലിയ വലിയ പ്രൊഡക്ട്സ് വാങ്ങാനുള്ള ഒരു എബിലിറ്റി കിട്ടും. പിന്നെ ഇൻക്രീസ് ഇൻ ഓവറോൾ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ്. അപ്പോൾ പൈസ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് അൺലിമിറ്റഡ് വാണ്ട്സ് ആണല്ലേ, അപ്പോൾ അവരുടെ ഡിമാൻഡും കൂട്ടും എന്നുള്ളതാണ്. പിന്നെ ഗ്രേറ്റർ സ്റ്റിമുലസ് ടു ഇന്നോവേറ്റീവ് സർവീസസ് ആർ അതർ ബെനിഫിറ്റ്സ് ഓഫ് ട്രേഡ്. അപ്പം ഇന്നോവേറ്റീവ് സർവീസസ് ആണ് പിന്നെ വരിക എന്നുള്ളതാണ്. അപ്പം നെക്സ്റ്റ് ആണ്, ദർ ആർ ഓൾസോ അതർ പോസിറ്റീവ് ഔട്ട്കംസ് ഓഫ് ട്രേഡ് ഇൻ ദ ഫോം ഓഫ് പ്രോസ്പെക്ടസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. യെസ്, ഞാനതാ പറഞ്ഞത്, FDI ഒക്കെ ചില രാജ്യങ്ങൾ, ചില കമ്പനീസൊക്കെ ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ
ഇതേപോലെ തന്നെ ഈ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ കാര്യമാണ് നല്ല എക്സാമ്പിളായിട്ട് പറയാനുള്ളത്. പിന്നെ സൊമാറ്റോ, സ്വിഗ്ഗി അതൊക്കെ അവരുടെ ബ്രാഞ്ചൊക്കെ അവർ തുടങ്ങുമ്പോഴും എത്രയോ ഹോം ഡെലിവറി ബോയ്സിനും ഗേൾസിനൊക്കെയാണ് ഹെൽപ്പ് ആവുന്നത്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവും എന്നുള്ളതാണ്. ഒരാൾ വരുമ്പം മറ്റാൾ അതിനേക്കാൾ നല്ല ക്വാളിറ്റിയിൽ വരാൻ ശ്രമിക്കും. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് കൂടും. പിന്നെ സുപ്പീരിയർ പ്രൊഡക്ട്സ് ആയിരിക്കും, നല്ല പ്രൊഡക്ട്സാണ്. അത് മാത്രമല്ല ലേബറും എൻവയോൺമെൻറ്റൽ സ്റ്റാൻഡേർഡ്സും ഒക്കെ നന്നാവും എന്നുള്ളതാണ്. ലേബറിൻ്റെ സ്റ്റാൻഡേർഡ് കൂടും. പിന്നെ ബ്രോഡനിങ് ഓഫ് പ്രൊഡക്റ്റീവ് ബേസ്, അതായത് അത് കസ്റ്റമർ ബേസ് പോലെ തന്നെ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ബേസ് കൂട്ടാനായിട്ട് പറ്റും. അപ്പം ഇപ്പം നമ്മൾ കോസ്മെറ്റിക്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ലിപ്സ്റ്റിക്ക്, ലിപ് ബാം, അങ്ങനെ പല പല ഫൗണ്ടേഷൻ, പ്രൈമർ, ബ്ലഷ്, അങ്ങനെയുള്ള പല ഫൗണ്ടേഷൻസും പല സ്കിന്നിന് സ്യൂട്ടാവുന്ന കാര്യങ്ങളും, പിന്നെ അങ്ങനെ പല പല പ്രൊഡക്റ്റിൻ്റെ ബേസ് കൂട്ടാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ കസ്റ്റമറിൻ്റെ ബേസ് കൂടും. പിന്നെ എക്സ്പോർട്ട് ഡൈവേഴ്സിഫിക്കേഷൻ സംഭവിക്കും. അതായത് പല പ്രോഡക്ട്സും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. പിന്നെ സ്റ്റെബിലിറ്റി ഇൻ പ്രൈസസ് ആൻഡ് സപ്ലൈ ഓഫ് ഗുഡ്സിലൊക്കെ സ്റ്റെബിലിറ്റി സംഭവിക്കും. അപ്പം അല്ലാത്തൊരു സ്ഥിരത സംഭവിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ യൂറോപ്യൻ കൾച്ചറൊക്കെ ഇവിടേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മളും നല്ല രീതിയിൽ നല്ല പ്രാക്ടീസസൊക്കെ തുടങ്ങും. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആണ് ഏറ്റവും വലിയ കാര്യം. നല്ല രീതിയിൽ ഹ്യൂമനെ ട്രെയിൻ ചെയ്യുന്നുള്ളതാണ്. ഹ്യൂമൻ റിസോഴ്സിനെ ട്രെയിൻ ചെയ്യും പുറത്തുനിന്നുള്ള കൺട്രീസൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ. പിന്നെ സ്ട്രെങ്തനിങ് ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ ദ നേഷൻസ്. യെസ്, പിന്നെ അങ്ങോട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ എടാപോട ബന്ധമാവും, അല്ലെങ്കിൽ മച്ച ബന്ധമാവും രാജ്യങ്ങൾ തമ്മിൽ. പിന്നെ ആർഗ്യുമെൻറ്റ്സ് അഗെയിൻസ്റ്റ് ട്രേഡ് കൺവേർജ് ഓൺ നെഗറ്റീവ് ലേബർ മാർക്കറ്റ് ഔട്ട്കംസ് ആൻഡ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ. അതായത് ഈ നെഗറ്റീവ് ലേബർ മാർക്കറ്റ് ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കുറേ ടൈം ലേബറിനെ കൊണ്ട് പണിയെടുപ്പിക്കുക, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അവരെ പിരിച്ചു വിടുക, പിന്നെ അവരെ അടുത്തുള്ള പിയേഴ്സിനൊക്കെ കൂടുതൽ ശമ്പളം കൊടുക്കുക, ഇവർക്ക് കുറവ് വരിക, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. അതായത് എൻവയറമെൻ്റ് ഉണ്ടാവുമല്ലോ, വർക്കിംഗ് ക്ലൈമറ്റ് എന്നൊക്കെ പറയുമല്ലോ, അത് ശരിയല്ലാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ. പിന്നെ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, പിന്നെ അത് തന്നെ അതായത് നമ്മുടെ സറൗണ്ടിങ്സിന് പ്രശ്നങ്ങൾ വരുത്തുക. പിന്നെ പണം കൊണ്ട് തന്നെ ഇപ്പോൾ മോണോപോളിയൊക്കെ കളിച്ചാൽ എക്സ്പ്ലോയിറ്റേഷൻ സംഭവിക്കില്ലേ. പിന്നെ പ്രോഫിറ്റ് ഡ്രൈവ് ആൻഡ് എക്സ്ഹോഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അപ്പം പ്രോഫിറ്റിന് വേണ്ടിയിട്ട് എല്ലാ മരങ്ങളും മുറിച്ച് കളയുക. അതുപോലെ തന്നെ പാഡി ഫീൽഡ്സ്, എത്രയോ റൈസുകൾ ഉണ്ടാക്കുന്ന റൈസിനും വീറ്റിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഫീൽഡായിരിക്കും അതൊക്കെ. അവിടെയൊക്കെ വലിയ വലിയ കോർപ്പറേറ്റ് ബിൽഡിങ്സ് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ ഷിഫ്റ്റ് ടുവേർഡ്സ് എ കൺസ്യൂമർ കൾച്ചർ. അതെന്താണെന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സൊക്കെ പണ്ടത്തെ ഖാദി ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന കൺസ്യൂമേഴ്സ് പെട്ടെന്ന് നമ്മുടെ ഈസ്റ്റേൺ ഇന്ത്യക്കാരുടെ ഡ്രസ്സും കൾച്ചറും ഇംഗ്ലീഷൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയില്ലേ. അപ്പോൾ നമ്മുടെ ആൾക്കാരുടെ കൺസ്യൂമർ കൾച്ചർ തന്നെ മാറും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ കൊറിയത്തൊക്കെ ബബിൾ ടീ ഒക്കെ വന്നില്ലേ, ബബിൾ കോഫി എന്നല്ലേ പറയുക, അതൊക്കെ വന്നപ്പോൾ നമ്മളും അവരുടെ ഇത് അനുകരിക്കാൻ തുടങ്ങിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ, അപ്പം അവരുടെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ കൺസ്യൂമർ കൾച്ചർ തന്നെ മാറും എന്നുള്ളതാണ് ഇങ്ങനത്തെ ഇൻ്റർനാഷണൽ ട്രേഡിന് കാരണം. പിന്നെ റിസ്കി ഡിപ്പെൻഡൻസ് വരും. അതായത് നമ്മളിങ്ങനെ ഒരു രാജ്യത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ബിസിനസ് ഉണ്ടാവുക. അവിടുത്തെ ആ ഒരു കോമ്പോണൻ്റ് ആയിരിക്കും ആ കാറിൻ്റെ എൻജിൻ, നമ്മുടെ കാറിൻ്റെ എൻജിൻ. അപ്പോൾ ആ ഒരു എൻജിൻ അവർ തന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു റിസ്ക് തന്നെയല്ലേ ശരിക്കും നമ്മൾ ചെയ്യുന്നത്. കാറ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, കാറിൻ്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അങ്ങനെ. പിന്നെ ഷോർട്ടേജസ് റിസൾട്ടിങ് ഇൻ ഇൻഫ്ലേഷൻ. പിന്നെ എന്തെങ്കിലും സാധനം കിട്ടാനായിട്ട് ഷോർട്ടേജ് വന്നെന്ന് വിചാരിക്കും, അതായത് റോ മെറ്റീരിയലിനൊക്കെ ഷോർട്ടേജ് വന്നാൽ പിന്നെ ഇപ്പോൾ പൈസ കൂട്ടും. അപ്പം അങ്ങനെ മൊത്തത്തിൽ രാജ്യത്തിൽ ഇൻഫ്ലേഷൻ വരും, എല്ലാത്തിൻ്റെയും പ്രൈസ് കൂടും എന്നുള്ളതാണ്. പിന്നെ ഡിസ്റിഗാർഡ് ഫോർ വെൽഫെയർ ഓഫ് പീപ്പിൾ. അപ്പോൾ ആൾക്കാരുടെ പുരോഗതിക്കും വേണ്ടിയിട്ടായിരിക്കില്ല എപ്പോഴും കാര്യങ്ങൾ ചെയ്യുക. ചിലപ്പോൾ പ്രോഫിറ്റ് ഡ്രൈവൺ ആയിട്ടും കാര്യങ്ങൾ ചെയ്യും. ലൈക്ക് ക്യാപിറ്റലിസ്റ്റിൽ ആൾക്കാർ അങ്ങനെയാണല്ലോ ചെയ്യുക. പിന്നെ ക്യുക്ക് ട്രാൻസ്മിഷൻ ഓഫ് ട്രേഡ് സൈക്കിൾസ് പകരും. പിന്നെ റൈവൽറീസ് ഉണ്ടാവും. റിവാൽഡറീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, എതിരാളി മത്സരങ്ങളൊക്കെ വരും എന്നുള്ളതാണ്. പിന്നെ റിസ്ക് ഇൻ ട്രേഡ് അസോസിയേറ്റഡ് വിത്ത് ചേഞ്ചസ് ഇൻ ഗവൺമെൻറ്റ്സ് പോളിസീസ് ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് കൺട്രീസ്.
കണ്ടോ, പാർട്ടിസിപ്പേറ്റിംഗ് കൺട്രീസിൻ്റെ ഗവൺമെൻറ് പോളിസിക്ക് എന്തെങ്കിലും മാറ്റം വന്നാൽ നമ്മളത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. നമ്മളൊരു 100 ഓർഡർ അവിടുത്തെ എടുത്തിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടേക്ക് എത്തിക്കുന്ന സമയത്തായിരിക്കും അവർ നമ്മളുടെ ഇതൊക്കെ ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കിന് അത് ഫുള്ള് നമ്മളോട് തിരിച്ചെടുത്തോളാൻ പറയും. അപ്പോൾ അങ്ങനെ എടുത്തോളാനൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര നഷ്ടം വരില്ലേ, അങ്ങനെയൊക്കെ. പിന്നെ മെർക്കൻറ്റിലിസം അഡ്വക്കേറ്റ് മാക്സിമൈസിങ് എക്സ്പോർട്സ് ഇൻ ഓർഡർ ടു ബ്രിങ് ഇൻ മോർ പ്രഷ്യസ് മെറ്റൽസ് ആൻഡ് മിനിമൈസിങ് ഇമ്പോർട്ട്സ് ത്രൂ ദ സ്റ്റേറ്റ് ഇമ്പോസിങ് വെരി ഹൈ താരിഫ്സ് ഓൺ ഫോറിൻ ഗുഡ്സ്. അപ്പം ഫോറിൻ ഗുഡ്സ് ഇവിടേക്ക് വരുന്നതിനൊക്കെ ഭയങ്കര ഹൈ താരിഫ് വെക്കുക. അപ്പോൾ ആൾക്കാരെ അധികം ഇമ്പോർട്ട് ചെയ്യില്ലല്ലോ രാജ്യത്തേക്ക്. ഓക്കെ, അതായത് വേറെ രാജ്യത്തു നിന്ന് പർച്ചേസ് ചെയ്യില്ല എന്ന്. അപ്പോൾ നമ്മൾ കൂടുതൽ വേറെ രാജ്യത്തേക്ക് സെയിൽ ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള ഗോൾഡ് മെറ്റൽസൊക്കെ വരുന്നുള്ളതാണ്. പണ്ടത്തെ ഒരു ഇതാണ് ഈ മെർക്കൻറ്റിലിസം. അതുകൊണ്ടാണ് മെറ്റൽസ് എന്ന് പറയുന്നത്. ഗോൾഡിലൊക്കെ ആണല്ലോ, സ്വർണ്ണ നാണയത്തിലൊക്കെ ആണല്ലോ നമ്മൾ പണ്ടത്തെ രാജ്യത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാട്ടോ അങ്ങനെ പറയുന്നത്. ടെക്സ്റ്റിൽ തന്നെ പറഞ്ഞില്ലേ, 16th to 18th സെഞ്ച്വറിയിൽ ട്രെൻഡിങ് ഇൻ യൂറോപ്പിൽ ട്രെൻഡിങ് ആയിരുന്ന ഒരു സംഭവം എക്കണോമിക് പോളിസി ആയിരുന്നു ഈ മെർക്കൻറ്റിലിസം എന്ന് പറയുന്നതെന്ന്. 16th to 18th സെഞ്ച്വറി എന്നൊക്കെ പറയുമ്പോൾ പണ്ടത്തെ കാലമല്ലേ, അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ആഡം സ്മിത്ത് absolute cost advantage theory, a country will specialize in the production and export of a commodity in which it has an absolute cost advantage ഉള്ളതിൽ എക്സ്പോർട്ട് ചെയ്യണം, അത് പ്രൊഡക്ഷൻ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ റിക്കാർഡോസ് തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് സ്റ്റേറ്റ്സ് ദാറ്റ് എ നേഷൻ ഷുഡ് സ്പെഷ്യലൈസ് ഇൻ ദ പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ട് ഓഫ് ദ കമ്മോഡിറ്റി ഇൻ വിച്ച് ഇറ്റ്സ് ആബ്സല്യൂട്ട് ഡിസ്അഡ്വാൻറ്റേജ് ഇസ് സ്മോളർ. അപ്പോൾ ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് വായിക്കരുത് കേട്ടോ. ഞാൻ ഇതിങ്ങനെ കുറേ നേരം വായിച്ചിരിക്കുക, പക്ഷെ ഞാൻ എപ്പോൾ വായിക്കുമ്പോഴും ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്നായിരുന്നു ആ ഒരു സെൻറ്റൻസ് വായിച്ചിരുന്നത്. പക്ഷേ ആബ്സല്യൂട്ട് ഡിസ്അഡ്വാൻറ്റേജ് എന്നാണെന്നുള്ളത് പിന്നെ വന്ന് വായിച്ചപ്പോഴാണ് മനസ്സിലായത്. അപ്പം ആബ്സല്യൂട്ട് ഡിസ്അഡ്വാൻറ്റേജ് സ്മോളർ ആയിട്ടുള്ളത് എക്സ്പോർട്ട് ചെയ്യണമെന്ന്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഏറ്റവും കുറവുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പോർട്ട് ചെയ്യണമെന്ന്. അതായത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ, കൺട്രി എയിൽ വീറ്റും ഷർട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൺട്രി ബീനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 2 പ്രൊഡക്റ്റിലും കൺട്രി എ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ കൺട്രി എയിൽ വീറ്റ് 3 യൂണിറ്റ്സ് 1 ഹവറിൽ പ്രൊഡ്യൂസ് ചെയ്യും, ഷർട്ടാണെങ്കിൽ 2 യൂണിറ്റ്സേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഡിസ്അഡ്വാൻറ്റേജ് കുറവുള്ള, ആബ്സല്യൂട്ട് ഡിസ്അഡ്വാൻറ്റേജ് സ്മോളർ ആയിട്ടുള്ളത് ഏതിനാണ് ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് ഉള്ളത് ഏതിനാണ്, ഈ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനല്ലേ. അതാണ് പറഞ്ഞത്. ദിസ് ഇസ് ദ കമ്മോഡിറ്റി ഓഫ് ഇറ്റ്സ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആൻഡ് ഇമ്പോർട്ട് ദ കമ്മോഡിറ്റി ഇൻ വിച്ച് ഇറ്റ്സ് ആബ്സല്യൂട്ട് ഡിസ്അഡ്വാൻറ്റേജ് ഈസ് ഗ്രേറ്റർ. ഡിസ്അഡ്വാൻറ്റേജ് ഈസ് ഗ്രേറ്റർ ആയിട്ടുള്ളതിന് ഇമ്പോർട്ട് ചെയ്യുക. ഡിസ്അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ആയിട്ടുള്ളത് ഏതിനാണ്, ഇവിടെ ഷർട്ടിനാണല്ലേ. സോ യെസ്, അപ്പോൾ അത് കൺട്രി എ ഇമ്പോർട്ട് ചെയ്യുന്നത്. ദിസ് ഇസ് ദ കമ്മോഡിറ്റി ഓഫ് ഇറ്റ്സ് കമ്പാരിറ്റീവ് ഡിസ്അഡ്വാൻറ്റേജ്. ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, ദാറ്റ് ഇസ് Haberler resolves the issue of dependence on labor alone in the case of theory of comparative advantage when he introduced the opportunity cost concept. അപ്പം ഈ ഹേബർലറാണ് കേട്ടോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൺസെപ്റ്റ് പറഞ്ഞത്. ഏതിൽ, കമ്പാരറ്റീവ് അഡ്വാൻറ്റേജിൽ നമ്മൾ റിക്കാർഡോ പറഞ്ഞു നിർത്തിയത് ലേബറിൻ്റെ കാര്യത്തിൽ ഇത് മാത്രമായിരുന്നു, എലോൺ ആയിരുന്നു. ലേബർ ഫാക്ടർ മാത്രമാണ് ലൈക്ക് ആഡം സ്മിത്ത് എടുത്തിരുന്നത്. അപ്പം റിക്കാർഡോയുടെ ആകെയുള്ളൊരു നിയത്ത് എന്ന് പറഞ്ഞാൽ, ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ, ആഡം സ്മിത്ത് പറഞ്ഞു നിർത്തിയില്ലേ ട്രേഡ് നടത്തരുത് അഡ്വാൻറ്റേജ് ഇല്ലെങ്കിൽ, അതൊന്ന് പൊളിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ കുറച്ചും കൂടെ മോഡേൺ ആക്കിയിട്ട് ഹാബർലർ പറഞ്ഞത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിലൂടെയും നമുക്ക് ഇതിനെ കണക്കാക്കാം എന്നുള്ളതാണ്. അതാണ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തന്നിരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ദ ഹെക്സ്-റോഹ്ലിൻ തിയറി ഓഫ് ട്രേഡ്, ഓൾസോ റെഫർ ടു ആസ് ഫാക്ടർ എൻഡോവ്മെൻറ്റ് തിയറി ഓഫ് ട്രേഡ് or modern theory of trade, states that comparative advantage in cost of production is explained exclusively by the difference in the factor endowment ൻ്റെ രീതിയിൽ പറഞ്ഞു. യെസ്, ഇനി a country tends to specialize in the export of a commodity whose production requires intense use of its abundant resources and imports a commodity whose production requires intense use of its scarce resources. മനസ്സിലായല്ലോ, സ്കേഴ്സ് റിസോഴ്സസിനെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പ്രൊഡക്ഷനുള്ള കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ട് അബണ്ടൻ്റ് ആയിട്ടുള്ള റിസോഴ്സ് കൊണ്ട് ചെയ്യുന്ന പ്രൊഡക്ഷൻ നടത്തിയിട്ട് അത് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അക്കോർഡിംഗ്ലി എ ക്യാപിറ്റൽ അബണ്ടൻറ്റ് കൺട്രി വിൽ പ്രൊഡ്യൂസ് ആൻഡ് എക്സ്പോർട്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ്സ് റിലേറ്റീവ്ലി മോർ ചീപ്ലി ആൻഡ് എ ലേബർ abundant country will produce and export labor intensive goods relatively more cheaply than other country.
യെസ്, അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ചീപ്പറായിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ നടത്താൻ പറ്റും, ലേബർ ഇൻറ്റൻസീവ് ഗുഡ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട്. കാരണം എന്താണ്, ലേബർ കൂടിക്കഴിഞ്ഞാൽ അവിടെ ലേബറിനെ ചീപ്പായിട്ട് ഹയർ ചെയ്യാൻ പറ്റില്ലേ, അപ്പോൾ കോസ്റ്റ് കുറയുമില്ലേ, അതാണ് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ചീപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് അങ്ങനെ കോസ്റ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കുറഞ്ഞ രീതിയിൽ പ്രൈസ് ഇടാൻ പറ്റും, അപ്പോൾ ചീപ്പായിട്ട് നമുക്കത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറം, അതൊരു പുതിയ തിയറമാണ് അല്ലേ. ഫാക്ടറിൻ്റെ പ്രൈസ് ഈക്വലൈസേഷൻ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ്റർനാഷണൽ ട്രേഡ് ഈക്വലൈസസ് ദ ഫാക്ടർ പ്രൈസസ് ബിറ്റ്വീൻ ദ ട്രേഡിംഗ് നേഷൻസ്. ഓക്കെ, അതായത് ഇപ്പോൾ ലേബറിൻ്റെ കോസ്റ്റ് 1 ഹവറിൽ ഇത്രയാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതാണ് ഫാക്ടർ പ്രൈസ് എന്ന് പറഞ്ഞതല്ലേ. അത് തന്നെ അപ്പുറത്തെ കൺട്രിയിലും ലേബറിൻ്റെ കോസ്റ്റ് 1 ഹവറിൽ ഈക്വൽ ആവുന്നൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു. അപ്പം ഇത് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല. ദെയർഫോർ വിത്ത് ഫ്രീ ട്രേഡ് വേജസ് ആൻഡ് റിട്ടേൺസ് ഓൺ ക്യാപിറ്റൽ വിൽ കൺവേർജ് അക്രോസ് ദ കൺട്രീസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രീ ട്രേഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അധികം റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും നടക്കുക എന്നുള്ളതാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ന്യൂ ഇൻ്റർനാഷണൽ തിയറി ഉണ്ടല്ലോ, ട്രേഡ് തിയറി, അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പോയിൻ്റാണ് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ അതെ അത് തന്നെയാണ്. കാരണം നമ്മളിപ്പം ഇപ്പോഴത്തെ ആൾക്കാർ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള രാജ്യം ക്യാപിറ്റൽ ഇൻറ്റൻസീവ് അല്ലാത്ത രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അതല്ലല്ലോ ഫോളോ ചെയ്യുന്നത്. രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണെങ്കിലും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ് ബി എങ്കിലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, രണ്ടുപേരുടെ കോസ്റ്റും അതായത് ഫാക്ടർ പ്രൈസൊക്കെ ഈക്വൽ ആണെന്നാണ്. അപ്പോൾ അതാണ് ഈ ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫ്രീ ട്രേഡ് ആക്കിയത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞ ഫ്രീ ട്രേഡാണ്, ഒരു ബാരിയേഴ്സും ഇല്ല. ഇപ്പോൾ ആമസോണും കാര്യങ്ങളൊക്കെ ഫ്രീ ട്രേഡായിട്ട് അങ്ങോട്ട് ചെയ്യുന്നത് കോസ്റ്റ് എല്ലാവർക്കും ഒരുപോലെയാണെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി NTT ഈസ് ദ ലേറ്റസ്റ്റ് എൻട്രൻറ്റ് ടു എക്സ്പ്ലെയിൻ ദ റൈസിംഗ് പ്രൊപ്പോർഷൻ ഓഫ് ദ വേൾഡ് ട്രേഡ് ബിറ്റ്വീൻ ദ ഡെവലപ്ഡ് ആൻഡ് ബിഗർ ഡെവലപ്പിംഗ് എക്കണോമീസ് സച്ച് ആസ് ബ്രിക്സ്. ഡെവലപ്പിംഗ് എക്കണോമീസിൻ്റെ കൂട്ടായ്മയാണ് ബ്രിക്സ്, അതിലുള്ള ഇന്ത്യ ആണ് കേട്ടോ. ബ്രിക്സ് ഒക്കെ കണ്ടോ, വിച്ച് ട്രേഡ് ഇൻ സിമിലർ പ്രൊഡക്ട്സ്, ഒരേപോലെയുള്ള പ്രൊഡക്ട്സ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രേഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പം ഹെക്സ്റ്റർ-റോഹ്ലിൻ തിയറിയൊക്കെ പോയില്ലേ. അപ്പം അതായത് ഇപ്പോഴത്തെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ദീസ് കൺട്രീസ് കോൺസ്റ്റിറ്റ്യൂട്ട് മോർ ദാൻ 50% ഓഫ് ദ വേൾഡ് ട്രേഡ്. വേൾഡ് ട്രേഡിൽ മോർ ദാൻ ഹാഫ് ഇവർ തന്നെയാണ്, ബ്രിക്സ് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രേഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. NTT എന്ന് പറഞ്ഞാൽ ന്യൂ ട്രേഡ് തിയറിയാണ് കേട്ടോ. അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞില്ലേ ന്യൂ ട്രേഡ് തിയറി, അല്ലെങ്കിൽ ആ ഒരു ന്യൂ ഇൻ്റർനാഷണൽ തിയറി എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ട്രേഡ് തിയറി എന്ന്, ആ സംഭവമാണ്. ന്യൂ ട്രേഡ് തിയറി ഈസ് ദ ലേറ്റസ്റ്റ് എൻട്രൻറ്റ് ടു എക്സ്പ്ലെയിൻ ദ റൈസിംഗ് പ്രൊപ്പോർഷൻ ഓഫ് ദ വേൾഡ് ട്രേഡ് ബിറ്റ്വീൻ ദ ഡെവലപ്ഡ് ആൻഡ് ബിഗർ ഡെവലപ്പിംഗ് എക്കോണമീസ്. ഈ ന്യൂ ട്രേഡ് തിയറി പ്രകാരം എക്കണോമീസ് ഓഫ് സ്കെയിലും നെറ്റ്വർക്ക് ഇഫക്റ്റും ആണ്, അതായത് ബാൻഡ് വാഗൺ ഇഫക്റ്റും ആണ് മെയിൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ, ആൻഡ് യു ഹാവ് ടു പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ആൻഡ് see you in the next class.